തലസ്ഥാനത്ത് ഇപ്പോൾ മനോവിഭ്രാന്തി ബാധിച്ചതുപോലെ ഓടി നടക്കുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി വി ശിവൻകുട്ടിയാണ്. നേരത്തെയും അദ്ദേഹം ചെറിയ രീതിയിൽ സമാനമായ ചില പ്രശ്നങ്ങൾ നേരത്തെയും ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. നിയമസഭയിൽ സ്പീക്കറിന്റെ ഡയസിന്റെ അടുത്ത് ഡാൻസ് കളിക്കുന്ന ശിവൻകുട്ടി സ്പീക്കറിന്റെ ഡയസിന് മുകളിലൂടെ കാലും പൊക്കി നടന്നു പോകുന്ന ശിവൻകുട്ടിയൊക്കെ നമ്മൾ കണ്ട പതിവ് കാഴ്ചകളാണ്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ തന്നെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ബോധ്യമാകും. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലാണ് കൂടുതലായി ശിവൻകുട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായതായി നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ വെള്ളം മുടക്കാനും പിന്നീട് തൊഴിലാളികളെ ശുചീകരണ തൊഴിലാളികളെ പ്രത്യേകിച്ചും അവിടെ നിന്നും ലീവ് എടുപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും വിലപ്പോയില്ല. ശുചീകരണവും ഭംഗിയായി നടന്നു. വെള്ളം വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഭംഗിയായി നടന്നു പോവുകയും ചെയ്തു. പല പ്രശ്നങ്ങളും ഉണ്ടായി. പല വാർഡുകളിലും വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി. എന്നാൽ വെള്ളം BJP വിതരണം ചെയ്തതോടെ വലിയ രീതിയിലുള്ള പ്രതിരോധം CPM-നുണ്ടായി. BJP നേതാക്കന്മാരും BJP-യുടെ കൗൺസിലർമാരുമെല്ലാം ഒന്നടങ്കം വാട്ടർ അതോറിറ്റി ഉപരോധിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതോടെ അല്പമെങ്കിലും വെള്ളം കൊടുക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലായി. മാത്രമല്ല ടാങ്കറുകളിൽ അങ്ങുമിങ്ങും വെള്ളം എത്തിച്ചു തുടങ്ങിയതോടെ ഒരു നിവൃത്തിയും ഇല്ലാതെയായി. പിന്നീട് വിവാദമുണ്ടാക്കാൻ നോക്കിയത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു ചില പ്രശ്നങ്ങളിലാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മുൻപിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു. ആ മണ്ണ് അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. അത് നഗരസഭയുടെ സ്ഥലവുമായിരുന്നില്ല, അത് ട്രസ്റ്റിന്റെ സ്ഥലമായിരുന്നു. എല്ലാ കൊല്ലവും ട്രസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ ഇത്തവണ ട്രസ്റ്റും അല്പം വൈകിപ്പിച്ചു. ഒരുപക്ഷെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മണ്ണടിച്ചതുകൊണ്ട് അവിടെ ചള്ളയുണ്ടാകാനുള്ള സാഹചര്യമുണ്ടായി. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ജനങ്ങളെ ഇത് പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം CPM നടത്തിയെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമുള്ളതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഏതെങ്കിലും തരത്തിലൊരു സ്റ്റാൻഡ് എടുത്താൽ അതിനെ പൊളിച്ചെടുക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിന്റെ സ്ഥലമാണെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ട്രസ്റ്റിനാണെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിനുശേഷം ഉണ്ടായത് നഗരം മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞും ഗുരുതിയും അത് കഴിഞ്ഞ് ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ക്ലീൻ ചെയ്തില്ല എന്നുള്ളതായിരുന്നു. ആ ക്ലീൻ ചെയ്യാത്ത സ്ഥലവും നഗരസഭയുടെ സ്ഥലമല്ല, അവിടെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏതായാലും ശിവൻകുട്ടി ഈ വെപ്രാളം പിടിക്കുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്ന ചില കാരണങ്ങളുമുണ്ട്, പ്രത്യക്ഷ കാരണങ്ങൾ. കാരണം നിയമമണ്ഡലം കൈവിട്ടു പോകുമോ എന്ന മനോവിഭ്രാന്തി ഇപ്പോൾ ശരിക്കും ശിവൻകുട്ടിക്കുണ്ട്. ഒന്നാമത്, തിരുവനന്തപുരത്ത് നഗരസഭ കൈവിട്ടുപോയതിൻ്റെ കോർപ്പറേഷൻ മേയർ വന്നതിൻ്റെ ക്ഷീണം മാറിയില്ല. മേയർ ആണെങ്കിൽ എല്ലായിടവും പഴുതടച്ച് എല്ലാ കാര്യങ്ങളും പഴുതടച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും ചെയ്യാനുമാകുന്നില്ല. ശിവൻകുട്ടിക്ക് മറ്റൊരു പ്രശ്നം ഇപ്പോഴുള്ളത് എല്ലാ വകുപ്പുകളിലും കയറി ഇടപെടുകയാണ്. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം, അതായത് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷനെ വെച്ചു എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. തദ്ദേശ വകുപ്പുകൾക്കാണ് ഇത്തരം കാര്യങ്ങളുടെ ചുമതലയുള്ളത്. തദ്ദേശ വകുപ്പുകൾക്കോ മന്ത്രിമാർക്കോ ഇല്ലാത്ത പരാതി വിദ്യാഭ്യാസ മന്ത്രിക്കാണുള്ളത്. സത്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പണിയെടുക്കുന്നില്ല. ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം SME സ്കൂൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ്. ആ SME സ്കൂളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് അവിടുത്തെ PTA പ്രസിഡന്റ് എടുത്ത് അത് കൊള്ള ലാഭത്തിന് പാർക്കിങ്ങിന് വിറ്റത് ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ല. പാർക്കിങ്ങിന് വേണ്ടി പണം ഈടാക്കിയത് ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ല. അവിടെ വഴി ശരിയാക്കി കൊടുക്കാൻ ഒരു വ്യവസായിക്ക് 1 കോടി രൂപ ഓഫർ ചെയ്ത കാര്യം ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ല. അതായത് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. സ്കൂളുകളിൽ പാമ്പ് കടിച്ച് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടും ശിവൻകുട്ടി അതൊന്നും അറിയുന്നില്ല. ശിവൻകുട്ടി ഇപ്പോൾ ആകെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ ചാനലുകൾക്കൊക്കെ നമ്മൾ വാർത്തകൾ ചെയ്യുമ്പോൾ ബീറ്റ് എന്ന് പറയും. പോലീസ് ഓഫീസർമാർക്കുണ്ട്. ഒരാൾക്കായിരിക്കും ക്രൈം ബീറ്റ്, ഒരാൾക്ക് BJP, ഒരാൾക്ക് CPM, ഒരാൾക്ക് അങ്ങനെ ഓരോ
മേഖലകളിൽ നിന്ന് വാർത്ത ശേഖരിക്കാനുള്ള സൗകര്യത്തിന് ഓരോരുത്തരെ അതിൽ പ്രാഗൽഭ്യമുള്ളവരെ അങ്ങനെ നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ BJP-യോട് അംഗം വെട്ടാൻ വേണ്ടി എനിക്കൊന്നു ഇപ്പോ CPM-ലെ BJP ബീറ്റാണ് ഇപ്പോ ഈ ശിവൻകുട്ടിക്കുള്ളതെന്ന് തോന്നുന്നു. കാരണം നഗരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയോ നേമത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു MLA മടുത്തു എന്ന് നേമത്തെ ജനങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും അതൊന്നും നോക്കാതെ BJP-യുടെ പിറകെ നടന്ന് യൂട്യൂബ് ചാനലുകാരെയും വിളിച്ചുകൊണ്ട് 1-2 യൂട്യൂബ് ചാനലുകൾ തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 യൂട്യൂബ് ചാനലുകാർ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഫോട്ടോകളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കാൻ. പക്ഷെ BJP ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ ഏറ്റവും രസകരമായ ഒരു മറുപടിയുമായി വന്നേക്കുന്നത് TP സെൻകുമാറാണ്. TP സെൻകുമാറിന്റെ ഒരു വലിയ പ്രതികരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആദ്യം തങ്ങൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും അക്കങ്ങൾ കൂട്ടി വായിക്കാനും പഠിക്കൂ. അടുത്ത കാലത്തൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി പിടിച്ചെടുക്കാമെന്ന് കരുതണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തി എന്ന പേരിൽ തിരുവനന്തപുരം മേയറെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചതിന് ശിവൻകുട്ടിക്കെതിരെ ഇപ്പോൾ സെൻകുമാർ രംഗത്ത് വന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ വകുപ്പിലല്ലാത്ത മറ്റെല്ലാ വകുപ്പുകളിലെയും കാര്യത്തിൽ ഏകദേശം ഒരു അതോറിറ്റി എന്ന നിലയ്ക്ക് കമന്റുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും അക്കങ്ങൾ കൂട്ടി വായിക്കാനും ഒക്കെ പഠിക്കുകയാണ് എന്നാണ് സെൻകുമാർ പരിഹാസ രൂപത്തിൽ പറയുന്നത്. കോർപ്പറേഷൻ മേയറുടെ വസ്ത്രത്തിൽ ചെളി പറ്റിക്കാം എന്നാണ് ശിവൻകുട്ടി വിചാരിക്കുന്നത്. ഏതായാലും ഈ നാട്ടിലെ ജനങ്ങൾ മേയറോടും BJP കൗൺസിലർമാരോടും ഒപ്പം ഉണ്ടാവും. അതിനാണ് അവരെ ജയിപ്പിച്ചിരിക്കുന്നത്. നിയമസഭയിലെ താണ്ഡവം ഓർത്തിരിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ബോധം കെട്ട് വീണതാണ് ഞങ്ങൾ കണ്ടതെന്നും സെൻകുമാർ പറയുന്നു. ഏതായാലും സെൻകുമാർ ഇത്തരത്തിൽ പറയുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഓർമ്മ വരുന്നുണ്ട്, ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. ഏതായാലും നിയമം സീറ്റ് നഷ്ടപ്പെടുമോ, തന്റെ MLA പദവി നഷ്ടപ്പെടുമോ എന്ന വിഭ്രാന്തിയാകും ഒരുപക്ഷെ ഇപ്പോ ശിവൻകുട്ടിയെ നയിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നേമത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. നേരത്തെയും നേമം മണ്ഡലം ഒരിക്കൽ BJP-യെ നിയമസഭയിൽ എത്തിച്ച ആദ്യത്തെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്, BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് നേമമാണ്. നേമത്ത് ആര് ജയിക്കുമെന്ന് പറയാൻ പോലും കഴിയില്ല. നേമത്ത് കോൺഗ്രസിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും BJP വലിയ വിജയം നേമത്ത് നേടും എന്ന് ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രവൃത്തിയിൽ നിന്നും വെപ്രാളത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്.